ഓൾ ഇന്ത്യയിൽ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി, അതായത് ഓൾമോസ്റ്റ് എല്ലാ റൗണ്ടുകളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന സീറ്റുകൾ ഫില്ല് ചെയ്യാനുള്ള സ്പെഷ്യൽ സ്ട്രേ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്നുള്ളത്. അപ്പോൾ സ്ട്രേ വേക്കൻസിക്ക് ശേഷം വന്നിരിക്കുന്ന സ്പെഷ്യൽ സ്ട്രേ വേക്കൻസിയാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, നോ ഫ്രഷ് രജിസ്ട്രേഷൻ, അതായത് പുതിയ രജിസ്ട്രേഷൻ ഇല്ല. നിലവിൽ ഏതെങ്കിലും ആദ്യ റൗണ്ടുകളിലോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും MCCയിൽ രജിസ്റ്റർ ചെയ്ത കുട്ടിക്ക് മാത്രം, അതായത് സ്പെഷ്യൽ സ്ട്രേ വേക്കൻസിക്ക് ഒരു രജിസ്ട്രേഷൻ ഇല്ല. ഇതിന് മുമ്പത്തെ സ്ട്രേ വേക്കൻസിക്കോ അല്ലെങ്കിൽ ആദ്യ റൗണ്ടുകളിൽ എപ്പോഴെങ്കിലുമോ രജിസ്റ്റർ ചെയ്ത കുട്ടിക്ക് മാത്രമാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആകെ ചെയ്യാവുന്ന എന്താണ്, ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ്. അപ്പോൾ നിലവിൽ രജിസ്റ്റേർഡ് ആയിരിക്കുന്ന കുട്ടി ചോയ്സ് ഫില്ല് ചെയ്യണം. മുമ്പ് കൊടുത്ത ചോയ്സസ് ഒന്നും ബാധകമല്ല. അപ്പോൾ എനി ചോയ്സസ് സബ്മിറ്റഡ് ഏർലിയർ വിൽ ബി ട്രീറ്റഡ് ആസ് നൾ ആൻഡ് വോയിഡ്. മുമ്പ് കൊടുത്ത ഒരു ചോയ്സും പരിഗണിക്കില്ല, പുതിയതായി ചോയ്സ് കൊടുക്കണം. അപ്പോൾ ഒരു സീറ്റ് വേക്കൻസി ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സൈറ്റിൽ അത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കേരളത്തിൽ MBBS സീറ്റുകളൊന്നും ഇപ്പോൾ നിലവിൽ വേക്കൻ്റായി കാണിക്കുന്നില്ല, എന്നാൽ BDS സീറ്റുകൾ കാണിക്കുന്നുണ്ട്. അതേപോലെ എയിംസും അതുപോലുള്ള സ്ഥലങ്ങളിൽ MBBS സീറ്റുകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറേ സീറ്റുകൾ വേക്കൻ്റ് ഉണ്ട്. അപ്പോൾ വേക്കൻ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് ആ സൈറ്റിൽ കിട്ടും. ഞാൻ ഓൾറെഡി അതിൻ്റെ PDF കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൾ ഇന്ത്യ കോട്ട രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാറ്റഗറി, ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ഓപ്പൺ ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, ഒക്കെ 50,000 രൂപ നിങ്ങൾ ഇതിനകത്ത് പാർട്ടിസിപ്പേഷന് വേണ്ടി ഫീ അടയ്ക്കണം. അപ്പോൾ റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. അതായത് നിങ്ങൾ സീറ്റ് നഷ്ടപ്പെടുത്താതിരിക്കാനും വെറുതെ ഓപ്ഷൻ കൊടുക്കാതിരിക്കാനും 50,000 രൂപ റീഫണ്ടബിൾ കോഷൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്. ഇത് നിങ്ങളുടെ ഫീസിൽ നിന്ന് കുറയ്ക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് റീഫണ്ട് വരും. നിങ്ങൾ സീറ്റ് നഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ ഈ പൈസ പോവില്ല. സപ്പോസ് നിങ്ങൾ വേക്കൻസിക്ക് ചോയ്സ് കൊടുക്കുകയും നിങ്ങൾക്ക് സീറ്റ് കിട്ടി നിങ്ങൾ എടുക്കാതിരിക്കുകയും ചെയ്താൽ ഈ പൈസ പോവും. മാത്രമല്ല 1 ഇയർ നീറ്റിൽ നിന്ന് ഡിബാറുമാണ്, അതും ശ്രദ്ധിക്കണം. വേറൊരു റൗണ്ടിൽ പരിഗണിക്കുകയില്ല. അതുകൊണ്ട് ഈ 50,000 രൂപ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മാത്രമാണ്, റീഫണ്ട് ആയിക്കോളും. നിങ്ങൾ സീറ്റ് കിട്ടിയില്ലെങ്കിലും ഈ പൈസ കിട്ടും, സീറ്റ് കിട്ടിയാലും ഈ പൈസ കിട്ടും. നിങ്ങളായിട്ട് സീറ്റ് നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ അത് പോവൂ. ഓക്കെ. ഇനി നിങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപയാണ് നിങ്ങൾ റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഈ ഫീ അടയ്ക്കുന്നത് മറക്കരുത്. ഈ 50,000 രൂപ അടച്ചാലേ നിങ്ങൾ കൺസിഡർ ചെയ്യൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഓൾ ഇന്ത്യ കോട്ട രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാറ്റഗറി ആർ റിക്വയർഡ് ടു പേ എ റീഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓഫ് 50,000 ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി റൗണ്ട് ഫോർ എക്സസൈസിങ് ചോയ്സ്. ഓക്കെ അല്ലേ? ഇനി refundable security deposit of candidate who do not join the seat allotted to them in special stray vacancy round will be forfeited and they will not be eligible to take NEET UG exam for next year. നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, നിങ്ങളത് എടുത്തില്ല, നഷ്ടപ്പെടുത്തിയെങ്കിൽ ഈ 50,000 രൂപയും പോവും. 2025 നീറ്റിൽ നിന്ന് നിങ്ങൾ ഡീബാർ ആവുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടേ നിങ്ങൾ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാവൂ. Candidates who will be allotted seat in special stray vacancy round will have to report at the allotted institute and join the seat with their original document within the stipulated time. ഷെഡ്യൂൾ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അത് ഒരിക്കൽ കൂടി ഞാൻ ഇതിൻ്റെ എൻഡിൽ കാണിക്കാം. അലോട്ട് ചെയ്താൽ നിങ്ങൾ നിർബന്ധമായിട്ടും കോളേജിൽ ജോയിൻ ചെയ്യണം. ഓക്കെ. ഇനി ഈ റൗണ്ടിൽ സീറ്റിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ ഡേറ്റ ഷെയർ ചെയ്യപ്പെടും. ആരുമായിട്ട്? സ്റ്റേറ്റ് അതോറിറ്റിയുമായിട്ട്. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ, അലോട്ട് ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ ഡേറ്റ അപ്പോഴത്തേക്കും ഷെയർ ചെയ്യും. അതുകൊണ്ട് ഇവരെ ഇനി സ്റ്റേറ്റിൻ്റെ സ്ട്രേ വേക്കൻസി വന്നാൽ അതിൽ പരിഗണിക്കുകയില്ല. ഓക്കെ, അതും ശ്രദ്ധിക്കണം. ഇനി കാൻഡിഡേറ്റ്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി റൗണ്ട് വിൽ ഹാവ് ടു ഫർണിഷ് ആൻ അണ്ടർടേക്കിംഗ് വിത്ത് റെസ്പെക്ട് ടു അലോട്ട്മെന്റ് ഓഫ് സീറ്റ് അറ്റ് ദ ടൈം ഓഫ് ചോയ്സ് ഫില്ലിംഗ്. ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയത്ത് നിങ്ങളൊരു അഫിഡവിറ്റ് ജസ്റ്റ് സൈൻ ചെയ്ത് അല്ലെങ്കിൽ എഗ്രീഡ് എന്ന് കൊടുക്കേണ്ടി വരും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഐ എഗ്രി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ഡീറ്റെയിൽ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്ക്രീനിൽ വായിച്ച് നോക്കാം. അതായത് ഞാൻ ഇതിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ബോധവാനാണ്, എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇതിൽ ഞാനൊരു സീറ്റ് എടുത്ത് അല്ലെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടി, ഞാൻ നഷ്ടപ്പെടുത്തിയാൽ എൻ്റെ റീഫണ്ടബിൾ ഡെപ്പോസിറ്റും പോവും. അതേപോലെ NEET UG 2025 നിന്ന് ഡീബാർ ചെയ്യും എന്നുള്ളതൊക്കെ എനിക്ക് ധാരണയുണ്ട് എന്നുള്ളൊരു അഫിഡവിറ്റാണ്. ഇത് ജസ്റ്റ് സൈൻ ചെയ്താലേ നിങ്ങൾക്ക് അത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഇതിൽ എലിജിബിൾ കാൻഡിഡേറ്റ്സ് നോക്കുക. കാൻഡിഡേറ്റ്സ് പ്രീവിയസ്ലി രജിസ്റ്റേർഡ്, ഏതെങ്കിലും റൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത കുട്ടിക്ക് മാത്രമേ പറ്റൂ. ആൻഡ് ഹാവ് കംപ്ലീറ്റഡ് ദ പേയ്മെന്റ് ഓഫ് ഫീ, എന്നിട്ട് ഫീ അടച്ചവരായിരിക്കണം. പിന്നെ ഇപ്പോൾ ഈ 50,000 അടയ്ക്കുകയും വേണം. അങ്ങനെയുള്ളവർ എലിജിബിൾ ആണ്. 2, കാൻഡിഡേറ്റ്സ് ഹു ആർ നോട്ട് ഹോൾഡിംഗ് എനി സീറ്റ്. ഏത് കുട്ടികൾക്ക് പറ്റും? MBBS അല്ലെങ്കിൽ BDS സീറ്റുകൾ ഒന്നും കയ്യിലില്ലാത്ത, അതായത് ഓൾ ഇന്ത്യയിൽ കിട്ടിയതായിക്കോട്ടെ, സ്റ്റേറ്റിൽ കിട്ടിയതായിക്കോട്ടെ, ഡീംഡിൽ കിട്ടിയതായിക്കോട്ടെ, ഒരു റൗണ്ടിലും കിട്ടിയ MBBS BDS സീറ്റുകൾ ഇല്ലാത്തവർക്ക് മാത്രമേ പറ്റൂ. ഇനി ആരാണ് ഇൻഎലിജിബിൾ? ആർക്കാണ് പങ്കെടുക്കാൻ പറ്റാത്തത്? ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ദ രജിസ്ട്രേഷൻ.
ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഈ 50,000 പേ ചെയ്യാത്തവർക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റൂല. എ കാൻഡിഡേറ്റ് ഓൾറെഡി അലോട്ടഡ് ആൻഡ് ജോയിൻഡ് എ സീറ്റ് ഇൻ ഓൾ ഇന്ത്യ കോട്ട ഓർ സ്റ്റേറ്റ് കൗൺസിലിംഗ് ഓർ ഡീംഡ് യൂണിവേഴ്സിറ്റി. ഓൾ ഇന്ത്യയിലോ സ്റ്റേറ്റിലോ ഡീംഡിലോ ഒരു സീറ്റ് ഓൾറെഡി കിട്ടിയ ജോയിൻ ചെയ്ത MBBS അല്ലെങ്കിൽ BDS കിട്ടിയവർ. മൂന്നാമത്തേതാരാ? എ കാൻഡിഡേറ്റ് ഹു ഹാഡ് ബീൻ അലോട്ടഡ് എ സീറ്റ് ബൈ MCC ഇൻ ഓൾ ഇന്ത്യ കോട്ട റൗണ്ട് 3 ആൻഡ് സ്റ്റേ വേക്കൻസി റൗണ്ട് ഏർലിയർ ബട്ട് ഡിഡ് നോട്ട് ജോയിൻ. ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3-ലോ ഓൾ ഇന്ത്യയുടെ സ്റ്റേ വേക്കൻസിയിലോ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടിയിട്ട് നിങ്ങൾ എടുത്തില്ല എന്ന് വിചാരിക്കുക. കിട്ടിയിരുന്നു, പക്ഷെ നിങ്ങൾ എടുത്തില്ല, നിങ്ങളും എലിജിബിൾ അല്ല. ഓക്കെ, ഈ 3 കാറ്റഗറി എലിജിബിൾ അല്ല. ആദ്യം പറഞ്ഞ 2 കാറ്റഗറി എലിജിബിൾ ആണ്. ഇനി അടുത്ത് നോക്കുക, ഇതിൻ്റെ രജിസ്ട്രേഷൻ ഏത് സമയമായിരുന്നു നോക്കുക. ചോയ്സ് ഫില്ലിങ്ങും എല്ലാം കൂടെ നിങ്ങൾക്കുള്ള സമയം നവംബർ 21 വരെയാണ്. നവംബർ 21 3 മണി വരെ, വൈകിട്ട് 3 മണി വരെയാണ്. നവംബർ 21 വൈകിട്ട് 3 മണി വരെ നിങ്ങൾക്ക് ഇതിൽ രജിസ്ട്രേഷൻ, അതായത് 50,000 ഒക്കെ ആ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കാനുള്ള സമയമാണ്. ചോയ്സ് ഫില്ലിങ്ങിനുള്ള സമയം എപ്പോൾ വരെയാണെന്ന് നോക്കുക. ചോയ്സ് ഫില്ലിംഗ് അവൈലബിൾ അപ് ടു 8 AM. 22 രാവിലെ 8 മണി വരെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാൻ സമയമുണ്ടാവും. നവംബർ 22 രാവിലെ 8 മണി വരെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം. ലോക്കിങ്ങും ആ സമയം വരെയാണ്. ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും, നമ്മളതിനെക്കുറിച്ച് ബോധേടാവണ്ട. 23 റിസൾട്ട് വരും. 25 തുടങ്ങി 30 വരെയുള്ള ഡേറ്റിൽ 30 വൈകിട്ട് 5 മണിക്കുള്ളിൽ കോളേജിൽ ജോയിൻ ചെയ്യുകയും വേണം. ഇല്ലെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ സീറ്റ് കിട്ടിയാൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. പിന്നെ നമുക്ക് ആലോചിക്കാൻ അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഇത് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൽ ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള ടൈമൊന്നും ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഡീറ്റെയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. അതേപോലെ ഞാൻ ആ വേക്കൻസി ലിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ PDF-ഉം ഷെയർ ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.